തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂപൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളി അമ്മാനം മാനത്തെ കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ഒന്നാലോചിച്ചാൽ നന്ദിനിയുടെ മരണം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് നമ്മുടെ ശത്രു വേണിക്ക് തന്നെയല്ലേ? ഗിൽബർട്ട് പിടിയിലായതോടെ അവളുടെ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. എംഡിക്ക് അവളോട് കൂടുതൽ സിമ്പതിയുമായി. അതിനൊത്താശ ചെയ്യാൻ ആ കിഴവൻ മാമ്പള്ളിയും. ഇതിൽ നിന്നൊക്കെ നാം എന്താ മനസ്സിലാക്കേണ്ടത്? ഭാഗ്യം ഇപ്പോഴവളുടെ ഭാഗത്താ. അന്നേരം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല സർ. കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ അത് നമുക്ക് തന്നെ കുരിശായി തീരും. അതുകൊണ്ട് പറ്റിയൊരവസരത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം. സമയവും സന്ദർഭവും ഭാഗ്യവും നമുക്കൊപ്പം ഉണ്ടെന്ന് ഉറപ്പാക്കുന്ന ഒരു നിമിഷത്തിലെ അവർക്കെതിരെ ഒരറ്റംപ്റ്റിന് നമ്മൾ മുതിരാവൂ. അതുവരെ ക്ഷമയോടെ നമ്മൾ കാത്തിരുന്നേ മതിയാവൂ. പക്ഷെ എത്ര നാൾ കാത്തിരിക്കും തോറും നമുക്ക് നഷ്ടമാകുന്നത് ഞാൻ പറയാതെ തന്നെ അറിയാലോ നിനക്ക്. അറിയാം. പക്ഷേ എല്ലാം നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ സാർ കുറച്ച് നഷ്ടം സഹിച്ച് കൂടുതൽ ലാഭം നേടാൻ ഒരു അവസരം ഉണ്ടാക്കുന്നത്? മാത്രമല്ല സാർ ഇപ്പൊ തനിച്ചേ ഉള്ളൂ. പിടിയിലാവാതെ പുറത്തുനിന്ന് തന്ത്രം പയറ്റിയാൽ കിട്ടുന്ന ലാഭം ആരുമായും ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ശ്രദ്ധയോടെ നിന്നാൽ ഈ നഷ്ടങ്ങൾക്കൊക്കെ 100 ഇരട്ടി പകരം ഉണ്ടാക്കാന്ന്. തൽക്കാലം ഞാൻ അടങ്ങാം. പക്ഷേ അതാ പീറപ്പനോട് തോറ്റിട്ടല്ല, ഇരയുടെ മേൽ ചാടി വീഴാൻ പറ്റിയ ഒരു അവസരത്തിന് വേണ്ടിയാ. അതോടെ വേണി എന്ന പ്രതിയോഗിക്ക് ഈ ഭൂമിയിൽ നിന്നും എന്നേക്കുമായി മോക്ഷം നൽകും ഈ മോഹനേന്ദ്രൻ. വേണ്ടങ്കിൾ, അയാളുടെ അധികാരം വെട്ടിക്കുറച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്ഥാനക്കയറ്റം വേണ്ട. വേണി ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ ഇത് പറയുന്നത്? അതെ അങ്കിൾ. ഇതിൽ പിന്നെ ഒരുപാട് ആലോചിച്ചിട്ടും കാര്യമില്ല. ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഒരുപാട് ക്രൂശിക്കപ്പെട്ടവളാ ഞാൻ. അതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ മോളെ. ഇനിയും അതൊക്കെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാ ഈ ഓഫർ സ്വീകരിക്കാൻ ഞാൻ നിർബന്ധിക്കുന്നത്. അതൊന്നും ശരിയാവില്ല. അയാളുടെ ലക്ഷ്യം ഞാൻ മാത്രമല്ല, എന്നിലൂടെ എന്റെ വീട്ടുകാരെ കൂടി ലക്ഷ്യം വെച്ചാണ് അയാൾ നീങ്ങുന്നത്. നന്ദിനിയുടെ മരണത്തോടെ എല്ലാം ഒന്ന് ശാന്തമായിരിക്കാണ്. ഇനി അതൊന്നും തുടരാൻ എനിക്ക് ആഗ്രഹമില്ലെങ്കിൽ. മോളെ,
ഭയന്നോടുന്നവരെയാണ് ശത്രുക്കൾ പിന്തുടർന്ന് വേട്ടയാടാൻ ഉത്സാഹം കാണിക്കുന്നത്. മറിച്ച് നേർക്കുനേർ നിന്നൊന്ന് വെല്ലുവിളിച്ചു നോക്ക്, അടുക്കാൻ ഏത് കൊമ്പിനൊന്ന് അറയ്ക്കും. ഇത്രയും നാളത്തെ പരിചയം നമ്മൾ തമ്മിലുണ്ടല്ലോ. മോക്ക് ദോഷം വരുന്ന കാര്യത്തിന് ഞാൻ കൂട്ടുനിൽക്കുമെന്ന് മോള് കരുതുന്നുണ്ടോ? ഇതിൽ പകയുടെയും പ്രതികാരത്തിന്റെയും പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല കുട്ടി. MD എന്ന നിലയിൽ MRC എടുത്തൊരു തീരുമാനം, അതനുസരിക്കാൻ സ്റ്റാഫ് എന്ന നിലയിൽ വേണി ബാധ്യസ്ഥയുമാണ്. എന്നാൽ അയാൾ ഇതൊക്കെ അറിയുമ്പോ റിയാക്ട് ചെയ്യുന്നത് വേറൊരു രീതിയിലാവും. ഞാൻ MD യെ സ്വാധീനിച്ച് ഇതൊക്കെ തരപ്പെടുത്തിയതായിട്ടേ അയാൾക്ക് തോന്നും. എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, MRC പറഞ്ഞത് നമ്മൾ അനുസരിക്കുന്നു. ബാക്കിയൊക്കെ എങ്ങനെ വേണമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ഇനി കൂടുതലൊന്നും ആലോചിക്കാനില്ല. AGMന്റെ പോസ്റ്റിലേക്ക് തനിക്ക് സമ്മതമാണെന്ന് ഞാൻ MRC അറിയിക്കാൻ പോവുക. അയ്യോ അങ്കിൾ, അങ്കിൾ ഞാനൊന്ന് പറയട്ടെ. വേണ്ട, ഇനി ഇതിലൊരു മാറ്റവും ഇല്ല. മോളുടെ ഭാവിക്ക് വേണ്ടി മാത്രമല്ല, കമ്പനിയുടെ നല്ല കാര്യത്തിനും കൂടി വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്. അനുസരിക്കുക. നീയോ? എന്താടി, ഒന്ന് വിളിച്ചു പോലും പറയാതെ പെട്ടെന്ന് ഇങ്ങോട്ട്? എന്താ എന്റെ വീട്ടിൽ വന്ന് കയറുന്നതിന് മുൻകൂട്ടി അനുവാദം വാങ്ങിക്കണോ? ഇതൊക്കെ അമ്മയുടെ പുതിയ പരിഷ്കാരങ്ങളാ? അതിന് നീ എന്തിനാ എന്നോട് ചാടിക്കടിക്കാൻ വരുന്നത്? ഒരു മുന്നറിയിപ്പില്ല, നിന്നെ കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂ. എന്താ കോളേജിൽ പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? ഓ, എല്ലാവർക്കും പ്രശ്നക്കാര് ഞാനാണല്ലോ. അമ്മയുടെ പുന്നാര മക്കൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ. നാണക്കേട് കാരണം എനിക്കിപ്പോ പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായിട്ടുണ്ട്. ഇതൊക്കെ ഇത്ര പെട്ടെന്ന് അവിടെ അറിഞ്ഞോ? അറിയാതിരിക്കാൻ എന്താ? ടിവിയും പത്രവും ഇല്ലാത്ത സ്ഥലത്താണോ ഞാൻ താമസിക്കുന്നത്? കോളേജിലെ സകല എണ്ണത്തിനും എന്നെ തളയ്ക്കാൻ ഒരു ഗോൾഡൻ ചാൻസ് വീണ് കിട്ടിയിരിക്കല്ലേ. കോളേജ് അടക്കി ഭരിച്ചിരുന്ന ഞാനിപ്പോ അവരുടെയൊക്കെ മുമ്പില് ഒരു കൊലക്കേസ് പ്രതിയുടെ പെങ്ങളാ. നാണക്കേട് കൊണ്ടെന്റെ തൊലി പൊളിയുന്നു. എന്ത് പറയാനാ മോളെ, അവന്റെ ബുദ്ധിമോശം കൊണ്ട് അങ്ങനൊക്കെ സംഭവിച്ചു പോയി. ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചു പോയി? നാണം ഇല്ലല്ലോ അമ്മയ്ക്കിത് പറയാൻ. തണ്ടും തടിയുള്ള 2 ആൺമക്കൾ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? വെറുതെ ബാക്കിയുള്ളവർക്ക് കൂടി മാനക്കേടുണ്ടാക്കാവുന്നല്ലാതെ. അല്ല, അവരെ പറയുന്ന എന്തിനാ? കഞ്ഞിക്ക് വകയില്ലാത്ത വീട്ടിൽ നിന്ന് ഒരുത്തിയെ ഇവിടെ കെട്ടിക്കൊണ്ടുവരാൻ സമ്മതിച്ച അമ്മ പറഞ്ഞാ മതിയല്ലോ. നീ എന്തറിഞ്ഞിട്ടാ പെണ്ണെ കുറ്റം മുഴുവൻ എന്റെ പെടലിക്ക് കെട്ടിവെക്കുന്നത്? ഞാൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അവൾ ഇവിടെ തന്നെ വന്നു കയറുമായിരുന്നു. അത്രയ്ക്ക് പ്രശ്നങ്ങളായിരുന്നു ഇവിടെ. ഒന്നും എനിക്ക് കേക്കണ്ട. ഇനി ഞാൻ ആ കോളേജിലേക്കും ഇല്ല. എല്ലാവരുടെ ആട്ടും തുപ്പും സഹിച്ച് എനിക്കിനി പഠിക്കുകയും വേണ്ട. ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പ്രിൻസിപ്പളിനെ കൊണ്ട് പറയിച്ചിട്ടാ ഞാൻ വന്നത്. എല്ലാവർക്കും ഇപ്പൊ തൃപ്തിയായല്ലോ. എന്താ നീ അവിടെ പ്രശ്നം വല്ലതും ഉണ്ടാക്കിയോ? ഉണ്ടാക്കാതെ പിന്നെ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വന്നാ കയ്യും കെട്ടി ഞാൻ നോക്കി നിൽക്കണോ? എന്റെ എതിർ ഗാംഗിൽ ഒരുത്തിയുണ്ടല്ലോ, പ്രിയ തമ്പാൻ. അവൾ ഈ ഇഷ്യൂ കോളേജിൽ ശരിക്കങ്ങ് കൊട്ടിഘോഷിച്ചു. കുറച്ചൊക്കെ ഞാൻ ക്ഷമിച്ചതാ. പക്ഷേ അടങ്ങില്ലെന്ന വാശി കാണിച്ചപ്പോ ഞാനും വിട്ടില്ല. പിടിച്ചു നിർത്തി കാരണത്തെ 4 പൊട്ടിച്ചു. കാരണം കാണിക്കൽ ബോധിപ്പിച്ച് പ്രിൻസിപ്പലിന്റെ വക ചോദ്യം ചെയ്യൽ. പോയി പണി നോക്കാൻ പറഞ്ഞ് ഞാനിങ്ങി പോന്നു.
ആ നശിച്ച കോളേജിലേക്ക് ഞാനിനി ഇല്ല. അങ്ങേര് വിചാരിച്ചിരുന്നെങ്കിൽ ഈ കേസിൽ നിന്ന് അവനെ പുല്ലുപോലെ ഉരിയെടുക്കാമായിരുന്നു. പക്ഷെ വിചാരിക്കില്ലല്ലോ. വലിയ ആദർശവാനല്ലേ പുള്ളി. തലപ്പൊത്തുള്ള എത്ര മന്ത്രിമാരങ്ങരുടെ പോക്കറ്റിലുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കൊമ്പന്മാര് വേറെയും. ഏതെങ്കിലും ഒരുത്തനെ വിളിച്ച് കാര്യം പറഞ്ഞാ പോരെ? പാട്ടും പാടി അവനും ഇറങ്ങിപ്പോരും. അങ്കിൾ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എന്താ? ഏട്ടനും അമ്മയ്ക്കും വിളിക്കായിരുന്നില്ലേ? MRCയുടെ കെയർ ഓഫിൽ നിങ്ങളെ അവർക്കറിയാലോ. അതിലൊന്നും കാര്യമില്ലടി. ഞങ്ങള് വിളിച്ചു പറഞ്ഞാലും ഇവന്മാരൊക്കെ അമ്മാവനെ വിളിച്ച് കൺഫേം ചെയ്തിട്ടേ എന്തെങ്കിലും ആക്ഷൻ എടുക്കൂ. ഞങ്ങൾ ഇന്നത് ചെയ്തുന്ന് MRC തമ്പുരാനെ ബോധിപ്പിക്കണമല്ലോ. കാശ് ആര് കൊടുത്താലും 2 കൈ നീട്ടി വാങ്ങിച്ചോളും. നന്ദി കെട്ട ശവങ്ങള്. ഇനിയിപ്പൊ എന്താ നിങ്ങളുടെയൊക്കെ പ്ലാൻ? ഗൗരിയേട്ടൻ കോടതി വിധിച്ച തടവും പിഴയും അനുഭവിക്കട്ടെ എന്നാണോ? അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഏതായാലും തീരുമാനിച്ചിട്ടില്ല. ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കും. വെറുതെ വിട്ടില്ലെങ്കിലും ശിക്ഷയിൽ കാര്യമായ എന്തെങ്കിലും ഇളവ് കിട്ടുമെന്നാ ആ വക്കീല് തറപ്പിച്ച് പറയുന്നത്. ഇനിയിപ്പോ സുപ്രീം കോടതി പോയാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും അവനെ നമുക്ക് ഈ കുരുക്കിൽ നിന്ന് ഊരിയെടുക്കണം. അതിന്റെ ഒരു വാശിയാണെന്ന് കൂട്ടിക്കോ. സ്വന്തം കൂടപ്പിറപ്പ് കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടും കേൾക്കാൻ തയ്യാറാകാത്ത MRCയോടുള്ള വാശി. ഒരു MRC വന്നിരിക്കുന്നു. അങ്ങേർക്കിപ്പോ നമ്മളോട് പഴയ പോലെ വലിയ കാര്യമൊന്നും ഇല്ലമ്മേ. ഇപ്പോ നമ്മളെക്കാളൊക്കെ വലുത് ആ ഉരുമ്പട്ടോളല്ലേ. എന്നെ അവിടെ നാട്ടിയിറക്കി അവളെ ഓഫീസിലെ കൊച്ചമ്മയാക്കി വാഴിക്കാൻ പോവല്ലേ. തൊലിവെളുപ്പ് കണ്ട് വല്ലാതെ മയങ്ങിപ്പോയി. വിശ്വാമിത്രന്റെ തപസ്സളക്കാൻ വന്ന ഈ മേനകയെ എനിക്കൊന്ന് കാണണമല്ലോ. എന്താ അവളുടെ പേര്? കൃഷ്ണവേണി. കൃഷ്ണവേണി കൊള്ളാം. വരട്ടെ. അതിനു മുമ്പ് സാക്ഷാൽ MRCയെ ഞാനൊന്ന് കാണുന്നുണ്ട്. ആരെ കണ്ടിട്ടും ഇനി വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാവരും അവരവരുടെ വഴി കുറച്ച് ശ്രമിച്ചു നോക്കിയതല്ലേ. ഇനി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നീ എങ്ങോട്ടാ? കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. വരാൻ ചിലപ്പോ ലേറ്റ് ആവും. നമുക്ക് സാധിക്കാൻ കഴിയാത്തത് ചിലപ്പോ അവള് വിചാരിച്ചാൽ നടക്കുമായിരിക്കും. അല്ല, നേരം വിളിക്കുന്നവരെ ഉറക്കളയ്ക്കാനാണോ നിന്റെ പരിപാടി? വല്ല ദണ്ണോ വരുത്തി വെക്കണ്ട, പറഞ്ഞേക്കാം. ഇനി 1 മണിക്കൂറത്തെ മുഷിപ്പേ ഉള്ളൂ, തിരറായി. ഒരു കട്ടൻ ചായ കിട്ടിയിരുന്നെങ്കിലെന്ന് വിചാരിച്ചേ ഉള്ളൂ, അപ്പോഴേക്കും ദേ ആളെത്തി. അതാണ് ഈ കുഞ്ഞുലക്ഷ്മി അമ്മയുടെ ഒരു മഹത്വം. ഏതു നേരം എന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഒരു ചിന്തയല്ലേ ഉള്ളൂ നിനക്ക്. ആയിക്കോ, എന്റെ കണ്ണടയുമ്പോഴേ ഒരാളെ തുണയ്ക്കില്ലാത്തതിന്റെ കുറവ് നിനക്ക് മനസ്സിലാവും. ഓ, തുടങ്ങി. അമ്മയ്ക്ക് ഈയിടെ ഈ ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്റെ അമ്മേ, ദേ ഈ രാത്രിയിലെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കോ. ഇനി അമ്മയായിട്ട് ശല്യപ്പെടുത്തുന്നില്ല. വെറുതെ ആശിച്ചിട്ട് എന്താ? എനിക്ക് അതിനുള്ള യോഗയില്ലായിരിക്കും. അങ്ങനെ അങ്ങ് പിണങ്ങാതെ കുഞ്ഞുലക്ഷ്മി. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? എന്താ വേണ്ടെന്ന് നിനക്ക് അറിയില്ല? എത്ര നാളായി പറയുന്നു നിന്റെ കല്യാണത്തെ പറ്റി. ഓരോ മുട്ടാപ്പോക്ക് പറഞ്ഞ് നീ എന്നെ പറ്റിക്കല്ലേ? നിനക്കൊരു കുടുംബജീവിതമായി കണ്ടിട്ട് സമാധാനത്തോടെ കണ്ണടയ്ക്കാന്ന് വെച്ചാ അത് നീ സാധിച്ചു തരും തോന്നണില്ല. ഓ, പറച്ചിൽ കേട്ടാ തോന്നും ഒരു പെണ്ണിനെ പിടിച്ച് എന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചിട്ട് അമ്മ അങ്ങ് കണ്ണടയ്ക്കാൻ തയ്യാറായി നിൽക്കുവാന്ന്. അങ്ങനെ ഞാൻ വിട്ടിട്ട് വേണ്ടേ? അമ്മയ്ക്കിപ്പോ ഞാൻ ഒരു പെണ്ണ് കെട്ടണം, അത്രയല്ലേ വേണ്ടൂ? ശരി, ഞാൻ തയ്യാറാ. ഇന്ന് രാത്രി തന്നെ കെട്ടണോ? അതിനും റെഡിയാ. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും.
ആഹാ, ഇപ്പൊ വാദി പ്രതിയായോ? ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ അമ്മേ, കല്യാണത്തിന് ഞാൻ റെഡിയാ. അമ്മ പെണ്ണന്വേഷിച്ചു തുടങ്ങിക്കോ. നേരാണോടാ? ഉം. നീ മനസ്സിലാരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇതെന്തൊരു ചോദ്യം അമ്മേ? ഞാൻ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ പെണ്ണന്വേഷിക്കാൻ പറയൂ? നേരെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവരില്ലേ? എന്റെ മനസ്സിൽ ആരുമില്ല. എന്നാ എന്റെ മനസ്സിലൊരാളുണ്ട്. അതാലോചിക്കുന്നതില് നിനക്ക് വിരോധമുണ്ടോ? ഏ? അതാരാ കക്ഷി? പറ, ഞാനിവിടെ ഒന്ന് അറിയട്ടെ. അതൊക്കെ പിന്നെ പറയാം. നിനക്ക് നന്നായി അറിയാവുന്നൊരു കുട്ടിയാ. തൽക്കാലം എന്റെ മോൻ അത്ര അറിഞ്ഞാ മതി. സസ്പെൻസ് ഇടാതെ ആളെ പറ. എനിക്കറിയാവുന്ന കുട്ടിയോ? നിനക്കറിയാവുന്ന മാത്രമല്ല, ആ കുട്ടിക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. ഈ ചുറ്റുവട്ടത്തുള്ളതാ. പിന്നെന്താ, കാണാനും തെറ്റില്ല. നല്ല സ്വഭാവവും ആവശ്യത്തിന് പഠിപ്പും. തെറ്റില്ലാത്തൊരു ജോലിയുണ്ട്. എന്താ, ഇത്രയൊക്കെ അറിഞ്ഞാ പോരെ? മതി. എന്നാലും ഈ ചുറ്റുവട്ടത്ത് അങ്ങനെ ഒരു കുട്ടി എന്ന് പറയുമ്പോ ആളെ എനിക്ക് പിടികിട്ടി. പിടികിട്ടിയല്ലോ. എന്നാ ഞാനതങ്ങ് ഉറപ്പിക്കാൻ പോവുക. ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ? ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷേ നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ അമ്മേ? അവർക്ക് സമ്മതം അല്ലെങ്കിലോ? അതാ എനിക്കൊരു പേടി. ചെക്കന്റെ ഒരു ആദ്യം കണ്ടില്ലേ? എന്നിട്ടാ മനസ്സിൽ ആരും ഇല്ലെന്ന് എന്നോട് കള്ളം പറഞ്ഞത്. ദേ, അവർക്ക് സമ്മതമാണോന്നൊക്കെ ഞാൻ തിരക്കി അറിഞ്ഞോളാം. തൽക്കാലം എന്റെ മുൻ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്ത് കിടന്നുറങ്ങാൻ നോക്ക്. ഇത്രയും നാളും ഇത് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഒരു വാക്ക് മിണ്ടിയോ എന്നോട്? എന്റെ ഈശ്വര, ഇപ്പോഴാ ഒരു സമാധാനമായത്.